നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. സംസ്ഥാനത്താകെ 43 കേന്ദ്രങ്ങളിലായാണ് 140 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുക. തിരുവനന്തപുരത്ത് ഒറ്റ കേന്ദ്രത്തിലാണ് 14 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുക. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് തിരുവനന്തപുരം. കമലേഷ്, വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ, ആ ഒരുക്കങ്ങളെ കുറിച്ചാണ് നേരത്തെ രത്തൻ യു ഖേൽക്കർ വിശദീകരിച്ചത്. 14 മണ്ഡലങ്ങളിലെയും ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നേരത്തെ തന്നെ കഴിഞ്ഞ മുൻകാലങ്ങളിലെ ആർക്കൊപ്പമാണ് ഓരോ മണ്ഡലങ്ങളിൽ നിലയുറപ്പിച്ചെന്നുള്ള വിവരങ്ങൾ കമലേഷ് തെക്കേക്കാട് തന്നെ വിവരിച്ചതാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. വല്ലാത്ത നെഞ്ചെടുപ്പ് എല്ലാ മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കുമുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ത്രികോണ മത്സരം എന്നുള്ള അർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നടന്നത്? സിജു, വോട്ടെടുപ്പിൻ്റെ അന്തിമ ഫലം അറിയാൻ വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതോടുകൂടി സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആണെങ്കിൽ ചില മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനത്താകെ എന്താണ് ഒരു ട്രെൻഡ് എന്നുള്ളത് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വളരെ കൃത്യമായ ഒരു മുൻതൂക്കം നേരത്തെ തന്നെ പറയാൻ കഴിയാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് LDF ആണോ UDF ആണോ എന്ന്, അതായത് എക്സിറ്റ് പോളുകൾ ഒരു നേരിയ മുൻതൂക്കം UDF കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും അന്തിമ വിധി എന്തായിരിക്കും എന്നത് വളരെ കൃത്യമായി ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു സംസ്ഥാനത്താകെ ഈ നിലയിലുള്ളൊരു ഫോട്ടോ ഫിനിഷ് എന്നുള്ള നിലയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും ഈ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ നെഞ്ചിടിപ്പോടെ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ ഈ ഫലത്തെ കാത്തിരിക്കുന്നത്. സിജു ചോദിച്ചതുപോലെ പ്രധാനമായും ഈ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നേമം ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. അതിനുവേണ്ടി വലിയ നിലയിലുള്ള പണം ഉൾപ്പെടെ ഒഴുക്കി എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പലതരത്തിൽ സാരിയും പണവും ഒക്കെയുള്ള ആനുകൂല്യങ്ങൾ വോട്ടർമാർക്ക് നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന ആക്ഷേപം ഉൾപ്പെടെ LDF മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ LDFിനൊപ്പം തന്നെ മണ്ഡലം ചേർന്ന് നിൽക്കും എന്ന ആത്മവിശ്വാസം വി ശിവൻകുട്ടി, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ശിവൻകുട്ടി പ്രകടിപ്പിക്കുന്നു. രാവിലെ കൈരളി ന്യൂസിനോട് അക്കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. മറ്റൊന്ന് കഴക്കൂട്ടം മണ്ഡലമാണ്. BJP മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമായി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു മണ്ഡലം കഴക്കൂട്ടമാണ്. പക്ഷേ അവിടെയും മുന്നണിയുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിക്ക് കടകംപള്ളി സുരേന്ദ്രന് വലിയ പ്രതീക്ഷയുണ്ട്, ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ആ നിലയിൽ ഒരു വിജയം കഴക്കൂട്ടത്തുണ്ടാകും എന്ന് പറയുന്നു. മറ്റൊന്ന് വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. അവിടെ VK പ്രശാന്താണ് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് മത്സരരംഗത്തുള്ളത്. അവിടെ VK പ്രശാന്ത് ഈ അവസാന ഘട്ടത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പറയുന്നത് 15,000-നും 21,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടി ഇടതുപക്ഷം ജയിച്ചു വരുമെന്ന ആത്മവിശ്വാസം അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. UDFിനെ സംബന്ധിച്ച് K മുരളീധരനാണ് അവിടെ UDFിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോടെ UDF കാണുന്ന ഒരു മണ്ഡലം കൂടിയാണത്. പക്ഷേ അതിനപ്പുറത്തേക്ക് LDFിന് ഒരു വിജയമുണ്ടാകും എന്ന ആത്മവിശ്വാസം LDF സ്ഥാനാർത്ഥിയും പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. ജില്ലയുടെ ആകെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 14 മണ്ഡലങ്ങളിൽ 13ഇടത്തും LDF വിജയിച്ച് കയറുന്നൊരു സാഹചര്യമുണ്ട്. ഒരിടത്ത് മാത്രമാണ് UDFിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, കോവളത്ത്. നിലവിലെ ഒരു കണക്കുകൾ പ്രകാരമാണെങ്കിൽ 10 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത്, ജില്ല അഭിമുഖീകരിക്കുന്നത് എന്ന സാഹചര്യമുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഒരു 10ഓളം സീറ്റുകളിൽ ആ ഭരണം നിലനിർത്താൻ, അല്ലെങ്കിൽ ആ സീറ്റുകൾ അങ്ങനെ തന്നെ നിലനിർത്താൻ LDFിന് കഴിയുമെന്ന കണക്കുകളാണ് ഏതാണ്ട് പുറത്തേക്ക് വരുന്നത്. ആ നിലയിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ് പങ്കുവെക്കപ്പെടുന്നത്. ഏതായാലും ജില്ലയിലെ 14 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ ഒറ്റ കേന്ദ്രത്തിലാണ് നടക്കുന്നത്. അത് നാലാഞ്ചിറ മാർ ഇവാനിയോസ് കോളേജിലാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രമായി വന്നിട്ടുള്ളത്. ഈ കോളേജിനകത്തുള്ള വിവിധ ഇടങ്ങളിലായി 14 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കും എന്നുള്ളതാണ്. ശരി കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള അവസാന നിമിഷത്തെ കണക്കുകൂട്ടലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും വോട്ടെണ്ണൽ നാളെ തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിലെയും ഒറ്റ കേന്ദ്രത്തിൽ തന്നെയാണ് വോട്ടെണ്ണൽ നടക്കുക. വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.